നിയമസഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ പ്രചാരണത്തിന്റെ ചുക്കാനൊക്കെ എനിക്കായിരുന്നു. അപ്പൊ ഓരോ വാർഡിലും ഈ സാബു മുതലാളി വരുമ്പോൾ പ്രസംഗം നടത്തും. പ്രസംഗത്തിന്റെ 9ാമത്തെ മിനിറ്റിൽ ഒരു പ്രസംഗമുണ്ട്. ഈ വാർഡിലുള്ളവർ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവില് നിങ്ങൾക്കൊരു ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗം വരുമ്പോ എക്സിക്യൂട്ടീവുകൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒരു 30 പേരെ അറേഞ്ച് ചെയ്ത് വെക്കണം. 9ാമത്തെ മിനിറ്റിൽ സാറ് ഈ ഡയലോഗ് അടിക്കും. അപ്പൊ കൈയടിക്കാനായിട്ട് എല്ലാ വാർഡിലും ചേട്ടൻ ആളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ കൊണ്ടുപോയി ഈ ഇങ്ങേരുടെ പ്രസംഗത്തിന് കൈയടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് അടിമയായിരുന്നു സത്യത്തിൽ. നമസ്കാരം. 2020 നിന്നും ഓരോ ദിവസവും സജീവ പ്രവർത്തകർ, പല ഭാരവാഹികളൊക്കെ രാജിവെക്കുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് മഴുവന്നൂരിൽ 2020 വളർത്തിയ സജീവ പ്രവർത്തകനായിരുന്നു. അങ്ങ് ഇവിടെ ഈ 2020 വളർത്താൻ വേണ്ടി മുന്നിൽ തന്നെ നിന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇത് വളർത്തുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്? പിന്നീട് അതൊക്കെ നുണയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് ആദ്യം തന്നെ അവരൊരു 5 എക്സിക്യൂട്ടീവുകൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഒരു സർവേയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ മഴുവന്നൂർ പഞ്ചായത്ത് നമുക്ക് കിഴക്കമ്പലം പഞ്ചായത്ത് മോഡലാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത് മോഡൽ എന്താണെന്ന് അറിയാനായിട്ട് അപ്പൊ ഈ ഒരു സർവേ നടന്നപ്പോൾ നമ്മൾ ഇവിടുന്നുള്ള കുറച്ച് ആളുകളെ കൂട്ടി നമ്മൾ കിഴക്കമ്പലത്തേക്ക് ഒരു യാത്ര ചെയ്തു. അപ്പൊ അവര് അവിടുത്തെ ഗോഡ്സ് വില്ലകള്, അതുപോലെയുള്ള വഴികള് അവരുടെ വണ്ടിയിലാണോ കൊണ്ടുപോയി കാണിക്കുന്നത്? അതെ. അവർ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോ നമ്മളത് കണ്ടു ഇഷ്ടപ്പെട്ടു. സംഗതി കുഴപ്പമില്ല. അപ്പൊ അഴിമതി രഹിത വികസനം ആണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ അപ്പൊ അടുത്ത വാർഡിലെയും ഇങ്ങനെ ചെയിനായിട്ട് ഓരോ വാർഡുകളിലും നമ്മൾ ഇവരുടെ പ്രസ്ഥാനം ഓടിച്ചു കൊടുത്തു. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് നിങ്ങളെ ഇവരല്ലേ കൊണ്ടുപോകുന്നത് അല്ലെ? അതെ, ഇവർ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഗോഡ്സ് വില്ലയെ കാണിക്കുമ്പോൾ ഈ ഗോഡ്സ് വില്ലയുടെ ഫണ്ട് ഇവര് തന്നെ മുടക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. സാബു സാറിന്റെ വിശാല മനസ്സുകൊണ്ടുണ്ടായ അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് സർക്കാരിന്റെ അതൊന്നും അവിടെ പറയുന്നില്ല. ഇത് കിഴക്കമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു സാറിന്റെ സ്വന്തം. സാബു സാർ ചെയ്ത അത് അങ്ങനെയാണ് ഞങ്ങളവിടെ. നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ സംശയം ചോദിക്കില്ലേ? അതായത് ഈ പറയുന്ന പോലെ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ വേറെ പണങ്ങളൊന്നും വന്നിട്ടില്ലേ? അതൊക്കെ അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ലല്ലോ. കാരണം ഒരു സോഷ്യൽ മീഡിയ വഴി അങ്ങ് പെരുപ്പിച്ചു വെച്ചേക്കാണ്. കിഴക്കമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു സാറിന്റെ സ്വന്തം, സാബുവിന്റെ സ്വന്തം എന്നുള്ള രീതിയിലാക്കി വെച്ചേക്കുക. അപ്പൊ അത് കാരണം ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പറഞ്ഞ ആളുകൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ വാർഡിലും ചെന്ന് വർക്ക് ചെയ്ത്, ഈ മഴുവന്നൂർ പഞ്ചായത്തിൽ അന്ന് 19 വാർഡായിരുന്നുണ്ടായിരുന്നു. 19 വാർഡിലും വർക്ക് ചെയ്ത് ഞങ്ങൾ അന്ന് 14 വാർഡിലും നല്ല വിജയം ഈ ഇങ്ങർക്ക് മേടിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു വർഷത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പിന്നെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറ്റ ശേഷം ഇവർക്ക് പല പദ്ധതികൾ രൂപീകരിക്കുന്നതിനും ഇതിനൊക്കെ ആയിട്ട് മുകളിൽ നിന്നുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ഒരു വാർഡിലേക്ക് ഒരു റോഡ് കൊടുക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ് തീരുമാനിക്കണം ഏത് വാർഡിലേക്ക് എന്ത് കൊടുക്കണം. പഞ്ചായത്തില് ഈ ഭരിക്കുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിയുടെ ഒരു ശമ്പളക്കാർ മാത്രമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് 50,000 രൂപ മേടിക്കും, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് 40,000, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് 30,000, വാർഡ് മെമ്പർമാർക്ക് 20,000. ശമ്പളക്കാരാണല്ലേ? അവരെല്ലാവരും ശമ്പളക്കാർ തന്നെയാണ്. ഒരു കമ്പനി മോഡൽ 7 തീയതി മുതൽ 15 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവര് പങ്കെടുത്ത പരിപാടികള് MLA ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കട്ടിങ് ഇതെല്ലാം കഴിച്ചിട്ട് ഒരു കവറിൽ ഇവർക്ക് കൃത്യമായിട്ട് പൈസ എത്തിക്കാറ്. പിന്നെ നമുക്ക് മാനസികമായിട്ട് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപമാനിച്ചു. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഈ മഴുവന്നൂരിൽ പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ തുടങ്ങുമെന്ന് സാബു പറഞ്ഞിരുന്നില്ലേ? അത് ഏറ്റവും വലിയ രസമാണ്. അത് കേട്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് മേടിച്ചത്. അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ പ്രചാരണത്തിന്റെ ചുക്കാനൊക്കെ എനിക്കായിരുന്നു. അപ്പൊ ഓരോ വാർഡിലും ഈ സാബു മുതലാളി വരുമ്പോൾ പ്രസംഗം നടത്തും. പ്രസംഗത്തിന്റെ 9ാമത്തെ മിനിറ്റിൽ ഒരു പ്രസംഗമുണ്ട്. ഈ വാർഡിലുള്ളവർ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവില് നിങ്ങൾക്കൊരു ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗം വരുമ്പോ എക്സിക്യൂട്ടീവുകൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒരു 30 പേരെ അറേഞ്ച് ചെയ്ത് വെക്കണം. 9ാമത്തെ മിനിറ്റിൽ സാറ് ഈ ഡയലോഗ് അടിക്കും. അപ്പൊ കൈയടിക്കാനായിട്ട് എല്ലാ വാർഡിലും ചേട്ടൻ ആളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ കൊണ്ടുപോയി ഈ ഇങ്ങേരുടെ പ്രസംഗത്തിന് കൈയടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് അടിമയായിരുന്നു സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ ഭക്ഷ്യസുരക്ഷ എന്തായാലും കിഴക്കമ്പലത്ത് കുറച്ച് ആൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൂട്ടി കഴിഞ്ഞിട്ട് ഇലക്ഷൻ തോറ്റു, കൊടുത്തില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകൾ അവിടെ ചെന്നു. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ആളുകളുടെ വോട്ട് അവർക്ക് മേടിച്ചു കൊടുക്കുന്നു, പൊതുവെ വഴി ഇറങ്ങി നടക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ? ആളുകൾ നമ്മളൊരു കോമാളിനെ കാണണേ കൊണ്ട് പറഞ്ഞു. നമ്മൾ വെറും നുണയന്മാരായി ഇവരുടെ മുമ്പിൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഒരു കിറ്റ് കൊടുക്കുന്ന പോലെ അല്ല ഇങ്ങേരുടെ കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടുന്ന് ഭക്ഷ്യസുരക്ഷ അതിനാണ് പിന്നീട് ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവുന്നത്. പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു, ഈ വാർഡില് മെമ്പർമാർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മഴുവന്നൂർ ഭക്ഷ്യസുരക്ഷ കൊടുക്കാന്ന് പറഞ്ഞ് കിഴക്കമ്പലത്ത് തുറന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് പൂട്ടിയിട്ട് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് കൂടിയാണ് ഇതിന്റെ വിഷയങ്ങളെല്ലാം ഇത്രയും തീവ്രതയിലേക്ക് വന്നത്. ലോക്സഭാ ഇലക്ഷന് ഉദ്ദേശിച്ച വോട്ട് കിട്ടില്ല. മഴുവന്നൂർ പഞ്ചായത്തിൽ ആകെ 8,500 വോട്ടേ കിട്ടിയുള്ളൂ.
$2,500 വോട്ട് കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ മുതലാളി തന്നെ പ്രസംഗത്തിൽ പറയേണ്ടായത് 50% പോലും തൃപ്തിയില്ലാത്ത പഞ്ചായത്താണ് എനിക്ക് എന്ന് ഉള്ള രീതി പറയണ്ടേ. അത് കഴിഞ്ഞ് ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും വിളിച്ച് എല്ലാ പഞ്ചായത്തിലെ മെമ്പർമാരെയും വിളിച്ച് ഈ മുതലാളി ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തായാലും നമ്മൾ പഞ്ചായത്ത് ലോക്സഭ ഇലക്ഷൻ നമ്മൾ തോറ്റുപോയതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഭക്ഷ്യസുരക്ഷ ആനുകൂല്യം മേടിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഈ തോൽവി സംഭവിച്ചത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സംഘടന ഉയർത്തിക്കൊണ്ട് വരണം, നമ്മുടെ പ്രസ്ഥാനം ഇപ്പൊ നിശ്ചലമായി കിടക്കുവാന്ന്. അപ്പൊ ഓരോ മെമ്പർമാരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വാർഡ് മെമ്പർ നിജാബൈജി ചാട്ടിയാണിട്ട് പറഞ്ഞു, സാറേ ഭക്ഷ്യസുരക്ഷ ഒരു പ്രശ്നം തന്നെ സാറേ, നമ്മള് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞ സാധനം കിഴക്കമ്പലത്ത് കൊടുത്തു, അതും പൂട്ടി കഴിഞ്ഞപ്പോ നമുക്ക് അത് ഒരു നാട്ടിലിപ്പോ ഇറങ്ങി നടക്കുമ്പോ ആളുകൾ ഇത് തന്നെ ചോദിച്ച് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആള് പറഞ്ഞു അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. ഇനി എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. എന്റെ പിതാവും ഞാനുമായിട്ടുണ്ടാക്കിയ സമ്പാദ്യം നാട്ടുകാർക്ക് വേണ്ടി തിന്നാനുള്ളതല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷ വേണമെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും വർക്ക് ചെയ്ത് കേരളത്തിൽ മൊത്തം വർക്ക് ചെയ്ത് എന്നെ കേരള മുഖ്യമന്ത്രിയാക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എല്ലായിടത്തും മാവേലി സ്റ്റോർ വഴി ഭക്ഷ്യസുരക്ഷ കൊടുക്കാം, അല്ലാണ്ട് ആരും വരണ്ട. അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ ഒരു കിറ്റ് കൊടുക്കാം, ആ കിറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ആ വോട്ട് മേടിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആളുകളോട് പറഞ്ഞു ഭക്ഷ്യസുരക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആളുകൾ അത് വിശ്വസിച്ചോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭ ആകുമ്പോൾ ഒരു കിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഭക്ഷ്യസുരക്ഷ വരുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും പാർട്ടിക്കാരുടെ തലയിലേക്ക് നിങ്ങൾ വെച്ച് കൊടുത്തോ പൊട്ടിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഇത് മുമ്പോട്ട് കൊണ്ടുള്ള പരിപാടിയല്ല, ജനങ്ങളെ വഞ്ചിക്കലാന്നുള്ളത് അതിനു മുമ്പ് തന്നെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പൊ മഴവന്നൂർ പഞ്ചായത്തിൽ ഏകദേശം ഒരു 80% ആളുകൾക്ക് മനസ്സിലായി. അതിന്റെ മാറ്റം ഇവിടെ എല്ലായിടത്തും കാണുന്നുണ്ട്. 2020 പ്രസ്ഥാനത്തിലേക്ക് പഴയതുപോലെ ആളുകൾക്ക് ആ ഒരു ഇതില്ല. ഇപ്പൊ ഈ പൊതുവെ ഇപ്പൊ 3 മെമ്പർമാർ രാജിവെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയല്ലേ? മെമ്പർമാർ രാജിവെച്ചെന്ന് വെച്ചിട്ട് ഇപ്പൊ നിലവില് മഴവന്നൂർ പഞ്ചായത്തില് യഥാർത്ഥ കണക്കെടുക്കുകയാണെങ്കിൽ 14 മെമ്പർമാരെ ജയിപ്പിച്ചു വിട്ടാൽ 7 മെമ്പർമാരാണ് ഇപ്പൊ നിലവിൽ കൂടെ ഉള്ളൂ. 2020 പ്രസ്ഥാനത്തിന്റെ കൂടെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും പരിപാടി നിർത്തി. 3 പേര് ഔദ്യോഗികമായിട്ട് രാജിവെച്ചു, ബാക്കിയുള്ള ആൾക്കാര് മാനസികമായിട്ട് രാജിവെച്ച അവസ്ഥയിലാണല്ലേ? രാജിവെച്ച അവസ്ഥ. എത്ര അധികം ആളുകൾ അപ്പൊ നിങ്ങൾ രാജിവെച്ചു കഴിഞ്ഞപ്പോ? രാജിവെച്ച് ഞങ്ങള് ഈ വാർഡില് ഞങ്ങള് കമ്മിറ്റി രാജിവെക്കാണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം തന്നെ അഡ്വക്കേറ്റ് ഉമാമഹേശ്വരിയുടെ പിതാവിന് അസുഖം വന്നു. നമ്മുടെ ഉമാമഹേശ്വരി എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഉമാമഹേശ്വരിയുടെ അച്ഛൻ 2020 പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ എല്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു സഹായം പോലും ഈ മുതലാളിയുടെ ഭാഗത്തുനിന്ന് 2020 ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ഉമാമഹേശ്വരി എക്സിക്യൂട്ടീവുകളുടെ ഭരണത്തിനെതിരെ ആദ്യം ശബ്ദം ഉയർത്തിയ ആളാണ്. ആ ശബ്ദം ഉയർത്തിയപ്പോൾ ഉമാമഹേശ്വരിയെ പാർട്ടി വിരുദ്ധയാക്കി. ഉമാമഹേശ്വരിയുടെ പിതാവ് മരിച്ചപ്പോൾ ഈ മഴവന്നൂർ പഞ്ചായത്തിലെ 14 മെമ്പർമാരോടും മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടി ആ മരണ വീട്ടിൽ പോകരുത്. ഞങ്ങളുടെ വാർഡ് മെമ്പർ നിജാബൈജു വെളുപ്പിന് 5 മണിക്ക് ആരും കാണാണ്ട് ആ വീട്ടിൽ പോയിട്ട് വരികയാണുണ്ടായി. അതറിഞ്ഞതിന് നിജാബൈജുവിന്റെ ഈ മുതലാളി കൊടുക്കുന്ന സാലറിയിൽ കട്ടിങ്ങും ഉണ്ടായി. ഞങ്ങളെ പോലുള്ളവരൊക്കെ പോയി. അപ്പൊ അതോടുകൂടി പാർട്ടികളോടുള്ള ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അത് കഴിഞ്ഞിട്ടുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്കൊരു അകൽച്ച തോന്നി. ഇവിടെ ഉള്ളൊരു 9 വയസ്സുകാരൻ കൊച്ച്, നമ്മുടെ ഒരു സുഹൃത്തിന്റെ മാനാണ്, നമ്മുടെ ഒരു കുഞ്ഞു കൊച്ച് 9 വയസ്സുള്ള. ആ കൊച്ചിന്റെ ഒരു ചെറിയ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. ആ കൊച്ചിന്റെ അമ്മ വിളിച്ച് കരയാണ് പൈസ ഉള്ള ചികിത്സിക്കാൻ. അപ്പൊ ഈ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരും ഈ കാണുന്ന പബ്ലിക് ലൈബ്രറിയിൽ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോ വാർഡ് മെമ്പർ വരാമെന്ന് പറഞ്ഞതാ. വാർഡ് മെമ്പർ ആ മീറ്റിംഗിന്റെ രക്ഷാധികാരി ആയിരിക്കേണ്ട വാർഡ് മെമ്പറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം പിരിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. വാർഡ് മെമ്പറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വാർഡ് മെമ്പറോട് അവിടെ നിന്ന് മുകളിൽ നിന്ന് വിളിച്ചിട്ട് മുതലാളി പറഞ്ഞു ആ വക പരിപാടിക്ക് പോകണ്ട, അത് പൈസ പിരിക്കണ പരിപാടി, പാർട്ടിക്കാർ കൂടുന്ന പരിപാടിയാണെങ്കിൽ ആ പരിപാടിക്ക് 2020 മെമ്പർ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് വാർഡ് മെമ്പർ രഹസ്യമായിട്ട് ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. ആ പരിപാടിക്ക് വന്നില്ല. അങ്ങനെ ഒരു മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇവിടെ NSS ഒരു പരിപാടി നടന്നു. NSSന്റെ ഈ കെട്ടിട ഉദ്ഘാടനം നടന്നു. അപ്പൊ പഞ്ചായത്ത് മെമ്പർമാരെ അടക്കം എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും. ഗോവ ഗവർണറായിരുന്നു വന്നത്, ശ്രീധരൻപിള്ള ഗോവ ഗവർണർക്കാരെ അപ്പുറമായിട്ട് അത് ഒരു പാർട്ടിയുടെ ആളാണെന്നും പറഞ്ഞ് ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരോട് പോകണ്ട എന്നുള്ള അവസ്ഥ വന്നു. പിന്നെ ഇവിടെ ഒരു മലഞ്ചരക്കട ഉദ്ഘാടനം വന്നപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പർ നിജാബൈജുവിന്റെയും ജോർജ് എടപ്പരത്തിയുടെയും പേര് വെച്ചു. അപ്പൊ തന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ജോർജ് എടപ്പരത്തി പങ്കെടുക്കുന്ന പരിപാടിക്ക് നിജാബൈജു പോകരുത്.
അങ്ങനെ ഒരു നാട്ടിലെ ഒരു മരണത്തിനോ കല്യാണത്തിനോ ഇതെല്ലാ ആവശ്യങ്ങൾക്കും ഇങ്ങനെ ഒരു വിലക്കുകളും അടിമത്തവും ഒക്കെ അപ്പൊ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ വിലക്കുകൾക്ക് എതിരെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് 11 അംഗ കമ്മിറ്റിയിൽ 10 പേര് മെമ്പറും വാർഡ് പ്രസിഡന്റ് ഒഴികെ 10 പേര് ഈ സാബു സാറിനെ കാണാനായിട്ട് ചെന്നു. സാബു സാർ അപ്പൊ തന്നെ അവിടെ കയറി അവിടെ ചെന്നു. ഞങ്ങൾക്കൊരു ഗ്ലാസ് വൈനും ഒരു മാമ്പഴം പുളിതൊക്കെ തന്ന പുള്ളി ഒരു കസേരയിൽ ഇരുന്നു. ഞങ്ങളെ ചുറ്റും ഇരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഞാൻ പണം മുടക്കിയുള്ള പ്രസ്ഥാനമാണത്. എന്റെ പണം കൊണ്ട് ഞാൻ മുടക്കുമ്പോൾ ഞാൻ തീരുമാനിക്കും എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു തീരുമാനത്തിനും റോളില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാളുടെ എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മഴുവന്നൂക്കാരല്ലേ? അപ്പൊ നമ്മള് മഴുവന്നൂക്കാരല്ലാണ്ട് നമ്മൾ എറണാകുളംകാരാണല്ലോ. മഴുവന്നൂക്കാര് വടിയേരി എന്തെന്ന് കണ്ടിട്ടുണ്ടോ? വടിയേരി എന്തെന്ന് കണ്ടിട്ടുണ്ടോ? റേഷനരി കഴിച്ചുകൊണ്ടിരുന്ന മഴുവന്നൂക്കാര് വടിയേരി കഴിച്ചത് എന്റെ മാർക്കറ്റിൽ നിന്നാണ്. 5 കിലോ കോഴി, 5 കിലോ മീൻ, 5 കിലോ വെളിച്ചെണ്ണ, അതിനുള്ള പലചരക്ക് എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് 8500 വോട്ട് തന്ന ആളുകൾ അവിടെ ഉള്ളത്. 10,000 കാർഡ് ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് 2 വോട്ട് വെച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ 20,000 വോട്ട് കിട്ടണം. തിന്നിട്ട് നന്ദിയില്ലാത്തവർക്ക് മുഖത്ത് നോക്കി പറഞ്ഞ് അന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നു. അന്ന് തന്നെ രാജിവെച്ചു. 25 പേര് അന്ന് ഒരു കമ്മിറ്റിയിൽ നിന്ന് തന്നെ രാജിവെച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുന്നു. ഇനി ഈ നാട്ടില് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ആ കൂടെയാണ്, ജനാധിപത്യത്തിന്റെ കൂടെയാണ് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്.